ഹായ് ഫ്രണ്ട്സ്, ടെറൈൻ റൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ തന്നെ നമ്മൾ പാഞ്ചാലിമേടിൽ നിന്ന് ഇറങ്ങി. അടുത്ത് നമ്മൾ തിരിച്ചു വന്നപ്പോഴാണ് നമ്മളെ എല്ലാവർക്കും അറിയാവുന്ന വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസിൽ എത്തിയത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വാട്ടർഫാൾസ് കാണാൻ സാധിക്കും. അറിയാമല്ലോ, നമ്മൾ ഇതിനകത്ത് ചാർലി സിനിമയിൽ ദുൽഖർ പറയുന്നറിയാമല്ലോ, ഫ്രഷ് മിനറൽസ് ഉള്ള വാട്ടർസ് എന്ന് പറയുന്ന അത് തന്നെ ആ ഒരു വാട്ടർഫാൾസാണിത്. ഏകദേശം ഇവിടുത്തെ ഈ കടയാണെന്ന് തോന്നുന്നു ദുൽഖർ നിൽക്കുന്നത്. നമ്മുടെ സിസ്റ്റർമാരൊക്കെ ആയിട്ട് നിൽക്കുന്ന കട ഇതാണെന്ന് തോന്നുന്നില്ലേ? വേറെന്താ സെറ്റ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇടയ്ക്ക് എവിടെ ഒരു ചെറിയൊരു സെറ്റ് പോലെ എന്തോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ടൊവിനോ ഒന്ന് വെള്ളം കുടിക്കുന്ന ആ ഒരു സ്ഥലം അത് കറക്റ്റ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇതിനകത്ത്. അതിനകത്ത് ഒത്തിരി കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കുറിച്ച് നോക്കണം, ഇല്ലെങ്കിൽ മൊബൈൽ എടുത്തോണ്ട് പോയി കളയും. നമ്മൾ തെറ്റിപ്പോകും. നമ്മൾ പിന്നെ മൊബൈലില്ലാതെ പോയിട്ട് ഇതാണ് നമ്മുടെ അടുത്തോട്ടൊക്കെ വരുന്നത്. വാട്ടർഫാൾസ് കൊള്ളാം കേട്ടോ. പക്ഷേ ഇപ്പോൾ വെള്ളം ഒരിച്ചിരി കുറവാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇല്ലേ, ഇനി ആ സിനിമയിൽ കണ്ടത്രയും വെള്ളമില്ല അല്ലേ? അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇല്ല. അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ വേറൊന്നുമില്ല, ഈ ഒരു വാട്ടർഫാൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോ, അങ്ങോട്ട് പോകുന്നതോറും മുമ്പോട്ടുള്ള വീഡിയോകളൊക്കെ ബാക്കി നമുക്ക് കാണാം. അപ്പം അടുത്ത ലൊക്കേഷനിലേക്ക് നമുക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അമ്മച്ചി കൊട്ടാരം. അത് നമ്മുടെ ലൂസിഫറിലൊക്കെ സ്റ്റണ്ട് സീനൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോകുന്ന വഴി നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു ദുരൂഹത നിറഞ്ഞൊരു വഴിയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് നീങ്ങിപ്പോവാം. നമുക്കിവിടെ രണ്ട് വഴി കാണാൻ പറ്റും. ഇതിനകത്ത് ഏത് വഴിയാണ് കറക്റ്റെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് ഇടത്തേക്കുള്ള വഴിയിൽ പോയി നോക്കാം.
നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ സ്ഥലം. ഇപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ കാണാൻ സാധിക്കും കേട്ടോ. ഈ കൊട്ടാരത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആ ഒരു ഒഴിഞ്ഞിടക്കുന്ന പ്ലേസ് ആണെന്ന് തോന്നുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലേ. ഏതാണെന്ന് അറിയാൻ വയ്യ. അകത്തോട്ടൊന്നും കയറാൻ പറ്റില്ലെന്ന് തോന്നുന്നു. നോക്കാം, നമുക്കൊന്നുകൂടെ അങ്ങോട്ട് നടന്ന് നോക്കാം. കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് വരെ എത്തി. പക്ഷേ തട്ടി നോക്കിയിട്ടൊന്നും ആളുടെ അനക്കം കാണുന്നില്ല. ഇല്ലെങ്കിൽ നമുക്കൊന്ന് കയറി അകത്തെല്ലാം നോക്കാമായിരുന്നു. ഇവിടെ രണ്ടുപേര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തട്ടിയാൽ മതി, അകത്ത് ആളുണ്ടെങ്കിൽ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. ആരുടെ അനക്കം ഇല്ല. ഏകദേശമൊക്കെ നിങ്ങൾക്ക് കൊട്ടാരത്തിൽ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ ഒന്നും അറിയാൻ പറ്റുന്നില്ല ഇവിടെ. അതല്ലേ ആളില്ല, പാപ്പനില്ലെന്ന് തോന്നുന്നു. രണ്ടു വട്ടം തട്ടി നോക്കി, അനക്കമില്ല. പക്ഷെ കയറി കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്കൊരു നല്ല അനുഭവമായിരുന്നു. ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് ബാക്കിലോട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊന്ന് അകത്ത് കയറിയായിരുന്നെങ്കിൽ പറ്റുമായിരുന്നു. ഇപ്പം ആള് തട്ടിയിട്ട് കേൾക്കുന്നില്ലല്ലേ. നല്ല പഴക്കമുണ്ട്. നല്ല പഴക്കമുണ്ട്. തിരുവിതാംകൂർ രാജ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാനൊരു ഇതിനകത്തോട്ട് ഗ്ലാസ്സിൽ കൂടെ വെച്ച് ഏകദേശം കാണിച്ചു തരുന്നുണ്ട്. അകത്തെ വിഷ്വലാണ് ഇപ്പോൾ കാണുന്നത്. ആരും തുറന്നിട്ടില്ല, തുറക്കാൻ ആൾ വന്നില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് കാണാൻ പറ്റുമായിരുന്നു. ഇവിടുത്തെ വിഷ്വലൂടെ ഒന്ന് കാണിച്ചാൽ പറ്റും. ഇതാണ് അകത്തെ വിഷ്വൽ. പക്ഷെ അകത്തോട്ടൊന്ന് കയറാൻ നമുക്കൊരു മാർഗ്ഗമില്ല. ആൾ തുറക്കാൻ തട്ടിയിട്ടൊന്നും വരുന്നില്ല. പക്ഷെ ഇവിടെ നേരത്തെ നിന്നവരൊക്കെ കയറി കണ്ടു എന്നാണ് പറഞ്ഞത്, നേരത്തെ നിന്നവരൊക്കെ. പക്ഷെ അവർക്ക് വന്ന് തുറന്നു കൊടുത്തെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ആളില്ല. നമ്മുടെ ഭാഗ്യമില്ലായ്മ. ഇവിടെ ഈ സൈഡിലായിട്ടാണ് കേട്ടോ ഷൂട്ടിംഗ് ലൊക്കേഷൻ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിലായിട്ടാണെന്നാണ് പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഈ സൈഡിലായിട്ടാണ് നമ്മുടെ ലൂസിഫറിൻ്റെ ആ ഒരു ഫൈറ്റ് സീൻ വരുന്നത്. ഫ്രണ്ടിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണ് മോഹൻലാൽ നിന്ന് ആ ഒരു ഷൂട്ട് ചെയ്യുന്ന ഒരു സീനില്ലേ, അത് ഇവിടെ ആയിട്ട് അടുത്തെന്നാണ് തോന്നുന്നത്. ഇത്രയും നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിനകത്ത്. അപ്പോൾ നമുക്കെന്നാ അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. അടുത്ത ലൊക്കേഷൻ എന്തായാലും കയറാൻ. അപ്പോൾ നമ്മൾ കയറാൻ പറ്റില്ല, കാരണം നമ്മൾ തട്ടിയിട്ട് ആൾ തുറക്കുന്നില്ല. നമ്മളെക്കാട്ടി മുമ്പേ വന്നവർ പറഞ്ഞത് അവർ കയറിയെന്ന്. അപ്പോൾ എന്നാൽ നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം, അടുത്ത കാഴ്ചകൾ കാണാം. അപ്പം ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിലെ അവിടെ നിന്ന് ഇറങ്ങി അവിടുത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടു. പിന്നെ ഇപ്പോൾ അവിടെ അകത്തെടുക്കാൻ പറ്റിയില്ല. ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനി അടുത്തോട്ട് നമുക്ക് അകത്തെടുക്കാം. പിന്നെ നമ്മളിപ്പോൾ പരുന്തുംപാറയിലോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കപ്പോൾ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം നമ്മളിങ്ങനെ കണ്ട്. വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം, കൊച്ചു വെള്ളച്ചാട്ടം ഉണ്ട്, ചെറുതായിട്ട് വീഴുന്നത്. നല്ല പ്യുവർ വാട്ടർ തന്നെ ആയിരിക്കും അല്ലേ. മലയുടെ മേളിൽ നിന്ന് വീഴുന്നുണ്ട്, പക്കാ പ്യുവർ വാട്ടർ ആയിരിക്കും. തണുത്ത കാറ്റുണ്ട്. നമ്മൾ വെള്ളം തൊട്ട് നോക്കി, പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്, പക്കാ തണുപ്പുണ്ട്. മലയുടെ മുകളിൽ നിന്ന് വരുന്നുണ്ടേ. അത് മാത്രമല്ല, ഇവിടുത്തെ നിങ്ങളൊരു വ്യൂ തന്നെ കണ്ടാൽ അറിയാം. നമുക്ക് ഒരു രസകരമായൊരു വ്യൂ ആണ്. നമുക്ക്
നല്ല രസമാണ് കാണാൻ. ആകാശത്തിൻ്റെ ആ ഒരു മേഘങ്ങൾ നിൽക്കുന്ന രീതി തന്നെ കണ്ട എന്ത് രസമാണെന്ന് നോക്കിയാൽ ഭംഗി കാണാൻ. അപ്പോൾ പിന്നെ നമ്മൾ ഇനി അടുത്ത് നേരെ പരുന്തുംപാറയിലോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകുന്ന വെച്ചാൽ നമ്മൾ ഇവിടെ വെച്ചൊന്ന് സൈനിങ് ഓഫ് ചെയ്യുവാണ്. ഇനി നമ്മൾ അടുത്ത പരുന്തുംപാറയിലോട്ട് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. അല്ലേ, നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബൈ.